സതിയുടെ 13ാമത്തെ എപ്പിസോഡാണ്. സതി പറഞ്ഞ് എനിക്ക് ബിരിയാണി ഒന്നും വേണ്ട ശിവ, എനിക്ക് പുളിപ്പുള്ള എന്തെങ്കിലും ഒന്ന് കഴിക്കണമെന്ന് തോന്നുന്നു എന്ന് ശിവനോട് പറഞ്ഞു. എന്തായാലും നീ കാറിൽ കയറ്, നമുക്ക് നിനക്ക് മാങ്ങ വാങ്ങിയാലോ? ആ, മാങ്ങ മതി. അങ്ങനെ അവർ കാറിൽ കയറി മാർക്കറ്റിലേക്ക് പോയി അവിടെ നിന്ന് മാങ്ങ വാങ്ങി. അതിന് ശേഷം വീട്ടിലേക്ക് പോയി. സതിക്ക് മാങ്ങ മതിയെന്ന് പറഞ്ഞു എന്ന് ചെല്ലമ്മ അമ്മയോട് പറഞ്ഞു. വേറൊന്നും വേണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ അവർക്ക് പുളിയുള്ള സാധനമാണ് മോനെ ഇഷ്ടം. ഗർഭിണികൾക്കെല്ലാം പച്ചമാങ്ങ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് അവർക്ക് മാങ്ങ തിന്നണമെന്ന് തോന്നിയത്. എന്തായാലും സൂക്ഷിക്കണം, ചെക്കപ്പിനൊക്കെ പോകണം. എന്തായാലും മോളെ അമ്മയെ ഒന്ന് വിളിച്ചറിയിക്കണ്ടേ? അപ്പോൾ സതിക്ക് സങ്കടം വന്നു. അമ്മയോട് പറയണം, അച്ഛൻ അറിഞ്ഞാൽ ദേഷ്യപ്പെടും. എന്തായാലും മോള് അച്ഛനില്ലാത്ത സമയം നോക്കി ലാൻഡ് ഫോണിൽ വിളിച്ച് അമ്മയെ അറിയിക്ക്. പാവം, ആ അമ്മയുടെ മനസ്സ് എന്തുമാത്രം വിഷമിക്കുന്നെന്ന് മോൾക്കറിയാമോ? ഞാൻ വിളിക്കാം എന്ന് ചെല്ലമ്മ അമ്മയോട് സതി പറഞ്ഞു. സതി ശിവനോട് ചോദിച്ചു, എൻ്റെ വീട്ടിൽ വിളിച്ച് പറയണ്ടേ? നിൻ്റെ അമ്മയോടും അച്ഛനോടും നീ വിളിച്ച് പറ. ഞാൻ പറയില്ല വിളിച്ച് പറയണ്ടെന്ന്. അവർക്കും സന്തോഷ വാർത്തയല്ലേ, ചിലപ്പോൾ കെറുവൊക്കെ മാറിയാലോ എന്ന് ശിവൻ പറഞ്ഞു. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞ് സതി വീട്ടിലെ ലാൻഡ് ഫോണിലേക്ക് വിളിച്ചു. ഫോൺ എടുത്തത് അവളുടെ അച്ഛനാണ്. ഒരു പുരുഷൻ്റെ സൗണ്ടാണ് അവിടെ കേട്ടത്. അപ്പോൾ അവൾക്ക് മനസ്സിലായി അച്ഛനാണെന്ന്. അവിടുന്ന് ഹലോ എന്ന് വെച്ചതും സതി ഫോൺ കട്ട് ചെയ്തു. അപ്പോൾ ലീല ചോദിച്ചു, ആരാ ഫോണിൽ വിളിച്ച? ആരാണെന്നറിയില്ല, ഹലോ എന്ന് വിളിച്ചപ്പോൾ ഫോൺ കട്ടായി. എന്തോ കുറച്ച് കഴിഞ്ഞ് വിളിക്കുമായിരിക്കും എന്ന് പറഞ്ഞു. സതി ആലോചിച്ച്, അച്ഛൻ ഇന്ന് പുറത്തൊന്നും പോയില്ല, ഈ സമയത്ത് വീട്ടിൽ കാണുന്നതല്ലല്ലോ എന്ന് സതി മനസ്സിൽ വിചാരിച്ചു. ലീലയോട് പറഞ്ഞു, ഞാൻ പുറത്ത് ഒന്ന് പോയിട്ട് ദാ വരുന്നു, ആരെങ്കിലും വിളിക്കുന്നെങ്കിൽ നീ ഫോൺ എടുക്ക് എന്ന് പറഞ്ഞു. സതി റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. എന്നിട്ട് ഒന്നും കൂടി വിളിച്ച് നോക്കാം, ചിലപ്പോൾ അമ്മ ഫോൺ എടുത്താലോ എന്നും പറഞ്ഞ് സതി പിന്നും വീട്ടിലെ ലാൻഡ് ഫോണിലേക്ക് വിളിച്ചു. ഫോൺ എടുത്തത് അമ്മ തന്നെ. അവിടെ നിന്നൊരു സ്ത്രീയുടെ ശബ്ദമാണ്. ഹലോ ഹലോ. അപ്പം സതിക്ക് മിണ്ടാൻ നാക്ക് പൊങ്ങിയില്ല. അപ്പോൾ ലീല ചോദിച്ചു, ആരാ പറയൂ എന്ന് പറഞ്ഞു. പൊട്ടിക്കരഞ്ഞുകൊണ്ട് സതി പറഞ്ഞു, ഞാനാ അമ്മയെന്ന്. അമ്മയുടെ മോള് സതിയാന്ന്. ലീല, സതി മോളെ എന്നും പറഞ്ഞ് അവർ പൊട്ടിക്കരഞ്ഞു. അമ്മേ എന്ന് സതിയും വിളിച്ചു. എന്തിനാ കരയുന്നത്? നീ എന്താണ് മോളെ ഈ കാണിച്ചത്? നീ ഇപ്പോഴെങ്കിലും അമ്മയെ ഓർത്തല്ലോ എന്ന് പറഞ്ഞു. ഞാൻ വിളിക്കാഞ്ഞത് അച്ഛനെ പേടിച്ചാണ് അമ്മേ. മോക്ക് സുഖമാണോ? എനിക്ക് സുഖമാണമ്മേ. ഞാനിന്നൊരമ്മയാകുവാൻ പോകുകയാണ്. അമ്മയാകുവാൻ പോണെന്നോ? ഞാൻ അമ്മുമ്മയാകാൻ പോകുകയാണോ എന്ന് ലീല ചോദിച്ചു. അതെ അമ്മേ, എനിക്കെൻ്റെ മോളെ ഒന്ന് കാണാൻ ആഗ്രഹമുണ്ട്. ഈ മനുഷ്യൻ എന്നെ വിടില്ല മോളെ. അച്ഛനെവിടെ പോയമ്മേ? അച്ഛൻ പുറത്തു പോയി, വരാറായി, ഞാൻ ഫോൺ വയ്ക്കാം. മോള് വല്ലപ്പോഴും അമ്മയെ വിളിക്കണം കേട്ടോ എന്ന് പറഞ്ഞു. ശരി, സതി പറഞ്ഞു, വിളിക്കാം അമ്മേ എന്ന്. അപ്പോഴത്തേക്കാ രവി വീട്ടിലേക്ക് വന്നു. ലീലയോട് പറഞ്ഞു, എനിക്ക് കുറച്ച് വെള്ളം വേണമെന്ന് പറഞ്ഞു. കഞ്ഞോളം ഉണ്ടെങ്കിൽ എടുക്കാൻ പറഞ്ഞു. ലീല ഓ എന്നും പറഞ്ഞ് അടുക്കളയിൽ പോയി കഞ്ഞോളം എടുത്തു കൊണ്ടുവന്ന് ഭർത്താവായ രവിക്ക് കൊടുത്തു. അപ്പോൾ രവി ലീലയുടെ മുഖത്ത് നോക്കി, നല്ല സന്തോഷം. മറ്റത് ദുഃഖം ഭാവത്തിലാണ് അവൾ നടക്കുന്നത് മോള് പോയതിന് ശേഷം. എന്ത് പറ്റി ഇത്ര സന്തോഷം? എന്താടി നിനക്ക് ഇത്ര സന്തോഷം? ബാക്കി കഥ അടുത്ത